അത് നമ്മുടെ നാടിന് ഭീഷണിയാണ് എന്ന് സർവരും ഒറ്റ സ്വരത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ കോണുകളിൽ നിന്നും, വീടുകളിൽ നിന്നും, സമൂഹത്തിൽ നിന്നുമെല്ലാം അതിന് കൃത്യമായ പരിഹാരം കാണാതെ പ്രയാസപ്പെടുന്ന സന്ദർഭത്തിലാണ് വിസ്ഡം ഇസ്ലാമിക് മിഷന്റെ വിദ്യാർത്ഥി ഘടകം കേരളത്തിലെ മുഴുവൻ കവലകളിൽ, ഞാൻ ആവർത്തിക്കുകയാണ്, കേരളത്തിലെ മുഴുവൻ അങ്ങാടികളിലും ലഹരിയുമായി ബന്ധപ്പെട്ടൊരു സായാഹ്നം അവിടുത്തെ പ്രഗത്ഭരായ സാംസ്കാരിക നേതാക്കന്മാരെയും നിരീക്ഷകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതൊരു സമൂഹത്തിന്റെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെയോ പ്രശ്നമല്ല, മറിച്ച് നേരത്തെ നമ്മുടെ ടേബിൾ ടോക്കിൽ വളരെ സുപ്രധാനമായ ഒരു നിരീക്ഷണം നമ്മൾ അതിൽ കാതു കൊടുക്കുകയുണ്ടായി. വരുന്ന കാലത്തെ ഭാവി ഇന്ത്യ ലോകത്തെ തന്നെ മാതൃകയാകുന്നൊരു ഇന്ത്യയായി മാറുമെന്നതിന്റെ ആ മുന്നോട്ടുള്ള ഗമനത്തിന് അതിന്റെ കടക്ക് കത്തിവെക്കുക എന്നതിന്റെ ഉദ്ദേശത്താൽ പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികളും ഇതര വിഭാഗങ്ങളുമെല്ലാം ഇന്ത്യയുടെ ഭാവി തലമുറയെ തളച്ചിടുക എന്നതിന്റെ ഒരു ഉദ്ദേശവും കൂടിയായിരിക്കും ഇന്ന് ഇന്ത്യയിലേക്ക്, അല്ലെങ്കിൽ വിശിഷ്യ കേരളത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ലഹരി പദാർത്ഥം ഇന്നത്തെ പുതുതലമുറയെ അത് കാർന്നു തിന്നുമ്പോൾ ഭാവിയിൽ നമ്മൾ പടുത്തുയർത്തിയിരിക്കുന്ന, ഇപ്പോൾ തന്നെ നമുക്കറിയാം കേരളത്തിലൂടെ കടന്നുപോകുന്ന, നമുക്കൊക്കെ കൺകുളിർമയുണ്ടാക്കുന്ന ഈ എക്സ്പ്രസ് ഹൈവേ, ഈ ഹൈവേ ഇവിടെ പടുത്തുയർത്തുമ്പോൾ ആരാണ് അതിലൂടെ വാഹനമോടിക്കാൻ ബാക്കിയുണ്ടാകുക എന്നത് ചർച്ച ചെയ്യേണ്ട തലത്തിലാണ് നമ്മുടെ ഭാവി തലമുറ ഇവിടെ ഒടിഞ്ഞു തൂങ്ങി ജീവിക്കുകയാണ്. അവിടെ ലഹരിയിൽ മുങ്ങിയിരിക്കുകയാണ് ഒരു വലിയ ശതമാനം ആളുകൾ. കഴിഞ്ഞ ഒരു വർഷം കേരളത്തിലേക്ക് 25,000 കോടി രൂപയുടെ MDMA കേരളത്തിൽ വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നാണ് കണക്കെടുപ്പ്. അതിൽ 75% 9 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളാണ് ഉപയോഗിച്ചത് എന്നാണ് കണ്ടെത്തൽ. എന്ന് പറഞ്ഞാൽ ഹൈസ്കൂൾ സ്റ്റുഡൻസ് വരെയുള്ള കുട്ടികൾ. ബാക്കി 20% ഈ 15 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളാണ് അത്ര ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്കി തുലവും വളരെ കുറഞ്ഞ ശതമാനമാണ് നമ്മളെല്ലാവരും ഭയത്തോടെ, അതല്ലെങ്കിൽ നമ്മളെല്ലാവരും അറപ്പോടെ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റു ഗുണ്ടാ സംഘങ്ങളും മറ്റുമെല്ലാവരുമായ ആളുകൾ, മുതിർന്ന ആളുകളൊക്കെയും ഉപയോഗിക്കുന്നത് കേവലം 10-15% എന്നാണ് കണ്ടെത്തുന്നത്. പ്രിയപ്പെട്ടവർ, ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് വിദ്യാർത്ഥി തലമുറയെ ഇതിൽ തളച്ചിട്ടാൽ ഭാവിയുടെ ഇന്ത്യ, ഭാവിയുടെ കേരളം, നല്ല പുതുതലമുറയുള്ള, നല്ല മസ്തിഷ്കമുള്ള ഒരു യൗവനം ഇല്ലാത്ത കേരളമായി മാറുന്ന ദയനീയമായ ഒരു സവിശേഷതയെ നേർക്കാഴ്ചയോടുകൂടി തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരു പരിപാടിക്ക് നമ്മളെല്ലാവരും ആ പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് പരിഹാര മാർഗങ്ങൾ കണ്ടു. വിസ്ഡം സ്റ്റുഡൻസിന്റെ സംസ്ഥാന പ്രതിനിധി അംജദ് മദനി ഇവിടെ സന്നിഹിതനാണ്. ഇനി നമുക്ക് പറയാനുള്ളത്, ലഹരിയുമായി ബന്ധപ്പെട്ട് വിവിധ കോണുകളിൽ നിന്ന് വിവിധ നിരീക്ഷണവും വിവിധ പരിഹാരങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ധാർമ്മികമായി ഈ ലഹരിയെ പിടിച്ചു കെട്ടാൻ വല്ല മാർഗങ്ങളുമുണ്ടോ? ധാർമ്മികമായ ഒരു സൂക്ഷ്മതയും ധാർമ്മികമായ ഒരു സംവിധാനവും കേരളക്കരയിലെ മുഴുവൻ മതക്കാരുടെയും ഭവനങ്ങളിൽ കൊണ്ടുവന്നാൽ, കുടുംബജീവിതത്തിനുള്ളിൽ കൊണ്ടുവന്നാൽ, സമൂഹത്തിന്റെ പൈതൃകത്തിനുള്ളിൽ ആ ധാർമ്മികമായ മണ്ഡലത്തെ വികസിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും നല്ലൊരു തലമുറയെ കണ്ടെത്താനുള്ള വല്ല വഴിയുമുണ്ടോ, മാർഗമുണ്ടോ എന്നതാണ് അംജദ് മദനിയുടെ സംസാരത്തിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെ അതിനുവേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Assalamualaikum warahmatullahi wabarakatuh.
ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വേദിയിലെ സമാദരണീയരായ വ്യക്തിത്വങ്ങളെ, വൈകുന്നേരം മുതൽ ഈ ലഹരി വിരുദ്ധ സന്ദേശ സദസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, വളരെ ഗൗരവമേറിയ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിൽ പോയിട്ടുകൊണ്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന പ്രഗത്ഭരായ പാനലിസ്റ്റുകൾ ലഹരിയുമായി ബന്ധപ്പെട്ട് നമ്മോട് സംസാരിച്ചത്. ലഹരി നമ്മുടെ നാടിനെ നശിപ്പിക്കുന്നു, വരാനിരിക്കുന്ന ഒരു തലമുറയെ തകർത്ത് കളയുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിയാത്തവരാരും. വ്യത്യസ്തമായ പരിഹാരങ്ങളും ഇവിടെ സംസാരങ്ങളിൽ കടന്നു വരികയില്ല. രക്ഷിതാക്കളെന്ന നിലക്ക് നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും മക്കളുടെ ജീവിതത്തെക്കുറിച്ചൊരു ധാരണയുണ്ടാകണമെന്നും പുതിയ കാലത്തെ മക്കളെ കൂടുതൽ ചേർത്ത് പിടിക്കാനും അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് അറിയാനും അതോടൊപ്പം അവരുടെ കൂട്ടുകെട്ടും മറ്റുമൊക്കെ നമ്മുടെ ഒരു ശ്രദ്ധയിൽ ഉണ്ടാകണമെന്നുമൊക്കെയാണ് നാം ഇവിടെ സംസാരിച്ചു വെച്ചത്. അതേ സന്ദർഭത്തിൽ സർക്കാരുകളോടുള്ള ഈ വിഷയത്തിൽ പാലിക്കേണ്ട നിലപാടുകളും ഇവിടെ ചർച്ചയിൽ കടന്നു വന്നു എന്നുള്ളതാണ്. പ്രസ്തുത വിഷയത്തിൽ ഒരു ഇരട്ടത്താപ്പ് നമ്മുടെ സമൂഹത്തിലില്ലേ എന്ന് നാം സംശയിക്കേണ്ടതുണ്ട്. കാരണം കേരളത്തിൻ്റെ സമുന്നതമായ നിയമസഭയിൽ ഇരുപക്ഷങ്ങളും, ഭരണപക്ഷവും പ്രതിപക്ഷവും, എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ലഹരിക്കെതിരെ കൈകോർക്കുന്ന നല്ല സാഹചര്യമുണ്ടായി. ലഹരി ഒരു വല്ലാത്ത വിപത്താണ് എന്നുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറഞ്ഞു, പ്രതിപക്ഷ നേതാവിൻ്റെ സംസാരത്തിൽ കടന്നു വന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ സംസാരിച്ചവരെല്ലാം അതുമായി അവരുടെ ജീവിതത്തിൽ, അവരുടെ ഇടങ്ങളിൽ, അവർക്ക് പരിചിതമായ ഭാഗങ്ങളിൽ സംഭവിച്ച പ്രശ്നങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇതിനെതിരെ ശക്തമായി നമ്മൾ നിലപാടെടുക്കണമെന്നും ആ വിഷയത്തിൽ ഒരു പ്രമേയം ഒരുമിച്ച് പാസ്സാക്കണമെന്നും ഒക്കെ തീരുമാനിച്ചത്. അത് വളരെ മികച്ച ഒരു നിലപാടായി ഈ കേരള ജനത കണ്ടിട്ടുണ്ട്. അതിന് കേരള ജനത സല്യൂട്ട് ചെയ്യുകയും ചെയ്തതാണ്. എന്നാൽ ഒരു വശത്ത് മദ്യത്തിനെതിരെയുള്ള സംസാരങ്ങൾ അതിമനോഹരമായി നിർവഹിക്കുകയും നേരത്തെ ഇവിടെ ബഹുമാന്യരായ വ്യക്തിത്വം ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ അവൈലബിലിറ്റി കുറയ്ക്കേണ്ടതിനു പകരം പുതിയ പുതിയ ബാറുകൾക്ക് അനുവാദം നൽകുകയും ഇനി രാത്രിയിൽ നിങ്ങൾക്ക് മദ്യം വേണമെങ്കിൽ കിട്ടാൻ സൗകര്യമുണ്ട് എന്ന് പറയുകയും പുതിയ പുതിയ എളുപ്പ വഴികൾ ഈ ലഹരി പദാർത്ഥങ്ങൾ ലഭിക്കുന്നതിലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു ഇരട്ടാത്താപ്പുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരില്ല. പലഹാരപ്പൊതി തുറന്നു വെച്ച് നിങ്ങൾ മധുരത്തിനെതിരെ സംസാരിക്കുന്നത് പോലെയാകരുത് എന്ന് ഗാന്ധിജി ഒരിക്കൽ മനുഷ്യരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, മദ്യം ലഭിക്കുവാനുള്ള സർവ്വ സാധ്യതകളും മുന്നിൽ തുറന്നിട്ടുകൊണ്ട് മദ്യത്തിനും ലഹരിക്കുമെതിരെ നമ്മൾ സംസാരിക്കുമ്പോൾ അതിലെവിടെയോ ആത്മാർത്ഥതയുടെ തോത് കുറഞ്ഞു പോകുന്നു എന്ന് നമ്മൾ ഇവിടെ ഭയപ്പെടുകയാണ്. വിസ്ഡം സ്റ്റുഡൻസ് ഇവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ മുന്നിൽ നടന്ന ഒരു പ്രസ്ഥാനം, വക്കം മൗലവിയും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും സിരി സാഹിബും അടക്കമുള്ള മഹാപ്രതിഭാശാലികൾ ഒരു കാലത്ത് കേരളത്തിന്റെ മണ്ണിൽ മുസ്ലിം സമൂഹത്തിന് സർവതോന്മുഖമായ പുരോഗതിയിലേക്ക് അവരുടെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി പാടുപെട്ട് പണിയെടുത്ത ആ മഹാരഥന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ ഉയർത്തിവെച്ച ഒരു സന്ദേശത്തിന്റെ തുടർച്ചയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിന്റെ പോഷക ഘടകങ്ങളും ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ ഈ സമൂഹത്തോട് പറയുന്നത്, പുതിയ കാലത്ത് ഒരു സംസാരമുണ്ട്. പുതിയ കാലത്ത് ബുദ്ധിജീവികൾ എന്ന് പറയുന്നവരും അതുപോലെ തന്നെ അത്തരം സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രയോഗത്തോട് നമുക്കുള്ള ഒരു വിമർശനത്തെ നമ്മൾ ഇവിടെ അറിയിക്കുകയാണ്. മദ്യം
ചാരായം നമ്മുടെ നാട്ടിൽ സജീവമായി മദ്യത്തേക്കാൾ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ച ഘട്ടത്തിൽ മദ്യത്തിന് കുഴപ്പമില്ല, ചാരായമാണ് പ്രശ്നമെന്ന് പറയുന്ന ചില വാചകങ്ങൾ നാം കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു വര, അതിനപ്പുറത്ത് അതിനേക്കാൾ വലിയ ഒരു വര വരച്ചുകൊണ്ട് ഈ വര പ്രശ്നമല്ല, ഈ പുതിയ വരയാണ് പ്രശ്നമെന്ന് പറയുന്നത് ഒരു പ്രശ്നമായി തന്നെയാണ് നമ്മളിവിടെ ഉയർത്തുന്നത്. നേരത്തെ കഞ്ചാവ് വളരെയധികം നമ്മുടെ നാട്ടിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ച ഒരു കാലത്ത് നിന്ന് പുതിയ കാലത്ത് രാസലഹരികളും MDMA അടക്കമുള്ള പുതിയ സിന്തറ്റിക് ലഹരികളും ഇന്നത്തെ വിദ്യാർത്ഥികളും യുവാക്കളും കലാലയങ്ങൾക്കകത്തും പുറത്തും എത്രത്തോളം എന്ന് വെച്ചാൽ വീടുകളിലേക്കും വീട്ടമ്മമാരിലേക്കുമെല്ലാം പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കിടയിലേക്കുമൊക്കെ വ്യാപകമായി കടന്നു വന്ന് അക്രമങ്ങളും മറ്റു വാർത്തകളും സമൂഹത്തിൽ വ്യാപിച്ച ഒരു ഘട്ടത്തിൽ ഇന്നിതാ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കഞ്ചാവ് അത്ര പ്രശ്നമല്ല, അതിനപ്പുറത്തൊരു വലിയ വര വരച്ച് ഇതാ അതിനേക്കാൾ പ്രശ്നം MDMA ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് മുമ്പിൽ നമ്മൾ വിളിച്ചു പറയുന്നുണ്ട്, പുതിയ പുതിയ ലഹരികൾ കടന്നു വരുന്നു, MDMA-യേക്കാൾ ഗൗരവമേറിയ അതിനേക്കാൾ മാരകമായ ലഹരികൾ കടന്നു വരുന്നു. ഇനി നമ്മൾ MDMA പ്രശ്നമല്ല എന്ന് പറഞ്ഞൊരു പുതിയ വര വരക്കലല്ല ഈ വിഷയത്തിലുള്ള പരിഹാരമെന്ന് നമ്മൾ പറയുന്നു. നേരത്തെ ഇവിടെയുള്ള പാനലിസ്റ്റുകൾ ഇവിടെ ഉദ്ധരിച്ച ചില വചനങ്ങളുണ്ട്. കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും നിഷിദ്ധമാണെന്ന് പ്രവാചക പ്രഭു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. റിജ്സും മിൻ അമലി ശൈത്വാൻ എന്ന്, ഇത് പൈശാചികമാണ് എന്ന്. മാത്രമല്ല നിങ്ങൾക്കിടയിൽ പകയും വിദ്വേഷവുമാണ് ഇത്തരത്തിലുള്ള ലഹരികൾ ഉണ്ടാക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ നമ്മോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഹരിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ സർവ്വ തിന്മകളുടെയും മാതാവ് എന്ന വാചകത്തോട് ചേർത്ത് നമുക്ക് കാണാൻ കഴിയുന്ന വാചകങ്ങളുണ്ട്. മദ്യമാവട്ടെ, ലഹരിയാവട്ടെ, അതെത്ര കുറച്ചാവട്ടെ, അതെത്ര കൂടുതലാവട്ടെ, എല്ലാം നിഷിദ്ധമാണ് എന്നതാണ് ഇസ്ലാം ആ രംഗത്ത് പറയുന്ന പ്രഖ്യാപനം. അതെത്ര നിസ്സാരമാകട്ടെ എന്ന്, അല്പമാകാമെന്ന് പറയുന്നില്ല. ഈ കഴിഞ്ഞ കാലത്ത് വിസ്ഡം സ്റ്റുഡൻസിന്റെ നേതൃത്വത്തിൽ കലാലയങ്ങളിലേക്ക് അവർ ഒരു ധാർമ്മിക സന്ദേശവുമായി കടന്നു ചെല്ലുകയുണ്ടായി. എതിരെ എന്ന പേരിൽ ഒരു ക്യാമ്പയിനുമായി അവർ കടന്നു ചെന്നു. സ്കൂളിന്റെ അധികാരികളോട് സംസാരിച്ചു, നിങ്ങൾ സഹായിക്കുമെങ്കിൽ ഞങ്ങൾക്ക് വിദ്യാർത്ഥികളോട് ഈ വിഷയത്തിൽ സംസാരിക്കാനുണ്ട് എന്നാണ്. എന്താണ് വിസ്ഡം സ്റ്റുഡൻസ് അന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തോട് സംസാരിച്ചതിന്റെ ക്രക്സ് എന്നത് അതിന്റെ ആദ്യ വാചകത്തിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ തുടങ്ങാതിരിക്കുക, ഒതുങ്ങാതിരിക്കാനെന്ന ഒരു മെസ്സേജാണ് വിദ്യാർത്ഥി സമൂഹത്തിന് മുമ്പിൽ വിസ്ഡം സ്റ്റുഡൻസ് അന്ന് ഉയർത്തിവിട്ടത്. അതെ, ലഹരിയുമായി ബന്ധപ്പെട്ട് ആദ്യ ദിവസങ്ങളിൽ ചെറിയ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയവൻ അതിൽ അവസാനിക്കുകയില്ല. അവന്റെ സന്തോഷങ്ങളെ നിലനിർത്താൻ, അവന്റെ ആനന്ദങ്ങളെ നിലനിർത്താൻ അവൻ ഉപയോഗിക്കുന്ന ഡോസുകൾക്കപ്പുറത്തേക്ക് കടന്നു വരുമെന്നുള്ളത് തീർച്ചയാണ്. അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായ സർവ്വ പഠനങ്ങളും മുന്നിൽ വെച്ച് നമുക്ക് പറയാൻ കഴിയും, മനുഷ്യനെ മത്തുപിടിപ്പിക്കുന്ന, അവന്റെ മസ്തിഷ്കത്തെ തകർക്കുന്ന, അവന്റെ ബുദ്ധിയെ തകർത്ത് കളയുന്ന സർവ്വ ലഹരികളും അതെത്ര കുറച്ചാണെങ്കിലും അതെത്ര കൂടുതലാണെങ്കിലും നിഷിദ്ധമാണ് എന്ന പ്രവാചക വചനമാവട്ടെ നമ്മൾ ഓരോരുത്തരും ഉയർത്തിപ്പിടിക്കേണ്ടത്. അതിന്റെ പേരിൽ ഒരു കുടുംബത്തിലും ഇനി ഒരു കണ്ണുനീർ കാണാതിരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കണം. അതിന്റെ പേരിൽ മദ്യവും ലഹരിയും ഉപയോഗപ്പെടുത്തി സ്വന്തം വീട്ടിലേക്ക് കടന്നു വന്ന് തന്റെ ഉദരത്തിൽ പിറന്ന തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ നേരെ തന്റെ കാലുയർത്തിച്ച വിട്ടാൻ മടിയില്ലാത്തവന്മാർ, കൈകളിൽ കത്തിയെടുത്ത് അവരുടെ കഴുത്തെടുക്കാൻ മടിയില്ലാത്തവർ, സ്വന്തം പ്രിയപ്പെട്ട പിതാവിന്റെ നെഞ്ചത്തേക്ക് കാർക്കിച്ചു തുപ്പാൻ മടിയില്ലാത്തവർ, അങ്ങനെ കുടുംബത്തിനകത്ത്, സമൂഹത്തിനകത്ത്, നാടിനകത്ത്, രാജ്യത്തിനകത്ത് സർവ്വതോന്മുഖമായ പ്രശ്നങ്ങൾക്കും എല്ലാവിധ കാരണവുമാകുന്ന ഈ ലഹരി പൂർണ്ണമായും അവസാനിപ്പിക്കാൻ പ്രിയപ്പെട്ട സമൂഹമേ, പൊതുസമൂഹമേ, നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകണം. അതിന് കൂടെ നിൽക്കാൻ വിസ്ഡം സ്റ്റുഡൻസ് ഉണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ചു നോക്കുക, എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ആലോചിക്കുന്നവരുണ്ടാകും. ഇത്തരത്തിലുള്ള തിന്മകൾക്കെതിരെ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് എന്ന് ആലോചിക്കുന്നവരുണ്ടാകും. ഞങ്ങൾക്കൊരു മാതൃക പറയാനുണ്ട്, ഞങ്ങൾക്കൊരു ചരിത്രം പറയാനുണ്ട്. 6-ാം നൂറ്റാണ്ടിന്റെയും 7-ാം നൂറ്റാണ്ടിന്റെയും കാലഘട്ടത്തിൽ നാം കേട്ടുപഠിച്ച ഒരു ചരിത്രമുണ്ട്. അന്നത്തെ ജനതയെ, അറേബ്യൻ ജനതയെ ആളുകൾ വിളിച്ചിരുന്നത്, അന്നത്തെ ലോകം പരിചയപ്പെടുത്തിയത് ദ ഡാർക്ക് ഏജ് എന്നാണ്. അന്ധകാരത്തിന്റെ, അജ്ഞാന കാലത്തിന്റെ ഒരു കാലഘട്ടമെന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കള്ളിനു വേണ്ടി ഏതറ്റവും വരെയും പോകാൻ മടിയില്ലാത്ത ഒരു സമൂഹം. അറിയുമോ നിങ്ങൾക്ക്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു മുന്തിരി വള്ളിക്കു താഴെ
എന്നെ മറമാടണേ എന്ന് എഴുതി വെച്ച കവികളുണ്ട്. എന്തിനാണത്? എന്റെ നുരുമ്പിക്കൊണ്ടിരിക്കുന്ന എല്ലുകൾക്ക് ആ മുന്തിരിവള്ളിയുടെ വേരുകളിൽ നിന്ന് അല്പം ആനന്ദം പകരാൻ എനിക്ക് കഴിയുമെങ്കിൽ എന്റെ എല്ലുകൾ അത് ആസ്വദിക്കട്ടെ എന്ന് എഴുതി വെച്ച കവിപുങ്കവന്മാർ കഴിഞ്ഞുപോയ ഒരു നാട്, ആ നാടിന്റെ പേരാണ് അറേബ്യ എന്ന് പറയുന്നത്. തങ്ങളോടൊപ്പം ഓരോ ദിവസവും ശയിക്കുന്നതിന് ഒരു പെൺകുട്ടി ഉണ്ടാകണം. അത് അമ്മയാകട്ടെ, അത് സഹോദരിയാകട്ടെ, ആരുമാകട്ടെ, ഒരു പെൺകുട്ടി തങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് അത് കൊതിച്ച് അതിനുവേണ്ടി നടന്നിരുന്ന ഒരു സമൂഹം കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അറിയുമോ നിങ്ങൾക്ക്? പിതാവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ പിതാവിന്റെ ഭാര്യയായ തങ്ങളുടെ സ്വന്തം മാതാവിനെ ആര് വിവാഹം കഴിക്കണമെന്നതിന്റെ പേരിൽ യുദ്ധം ചെയ്ത് ജയിച്ചടക്കി ആ മാതാവിനെ വേളികടിക്കുന്ന ഒരു കാലഘട്ടം ആ ഡാർക്ക് ഏജ് കാലഘട്ടങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ സ്വന്തം അധീനതയിലുള്ള സ്ഥലത്തിനപ്പുറത്ത് നിന്ന് ഒരു കഷ്ണം മരത്തിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന ഇല കടിച്ചതിന്റെ പേരിൽ, ഒട്ടകമോ ആടോ കടിച്ചെടുത്തതിന്റെ പേരിൽ വർഷങ്ങളോളം ഗോത്രീയത ഉള്ളിൽ വെച്ച് യുദ്ധം ചെയ്ത് കടിഞ്ഞുപോയ ഒരു കാലഘട്ടം അവിടെ കടിഞ്ഞു പോയിട്ടുണ്ട്. അവിടേക്കാണ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനാകുന്നത്. പ്രവാചകൻ എന്താണ് ആ ജനങ്ങളോട് സംസാരിച്ചത്? ആദ്യം പ്രവാചകൻ മദ്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല, പ്രവാചകൻ വ്യഭിചാരത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല, പ്രവാചകൻ യുദ്ധങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. മറിച്ച് പ്രവാചകൻ മുഹമ്മദ് നബി അങ്ങനെ ഞങ്ങളോട് സംസാരിച്ചിരുന്നെങ്കിൽ ആ ലക്ഷ്യം നിറവേറുകയില്ലായിരുന്നു എന്ന് പറഞ്ഞത് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയാണ്. പകരം പ്രവാചകൻ ഞങ്ങളെ ബോധ്യപ്പെടുത്തിയത് മറ്റു ചില ആശയങ്ങളാണ് എന്നാണ്. എന്തായിരുന്നു ആ ആശയം? മനുഷ്യരെ, ഈ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്, ഈ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നിങ്ങൾ അറിയണം, ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ നടക്കണം. നിങ്ങളോട് ചോദിക്കാതെ ഈ ലോകത്ത് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരാണോ നിങ്ങളെ സൃഷ്ടിച്ചത് അവൻ നിങ്ങളോട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ആ വഴിയിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായ സന്മാർഗം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുക എന്ന പരിഹാരത്തിന്റെ സന്ദേശമാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് സംസാരിച്ചിട്ടുള്ളത്. പ്രവാചകൻ അവരോട് സംസാരിക്കുന്നത് നോക്കൂ നിങ്ങൾ. മനുഷ്യരെ, നിങ്ങളെ ആര് സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ ആലോചിക്കൂ എന്നാണ്. വിശുദ്ധ ഖുർആനിന്റെ ഒരു വചനമുണ്ട്, യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ പൂർവ്വപിതാക്കളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച ഏകനായ നാഥനെ നിങ്ങൾ ആരാധിക്കുക എന്നാണ്. വിഭാഗീയതയുടെ വർത്തമാനം ആ പ്രവാചകൻ അവരോട് പറഞ്ഞില്ല. വർഗീയതയുടെ വർത്തമാനം ആ പ്രവാചകൻ പറഞ്ഞില്ല. ഏതെങ്കിലും ഗോത്രത്തിനു വേണ്ടി, ഏതെങ്കിലും നാടിനു വേണ്ടി, അല്ലെങ്കിൽ ആ ജീവിക്കുന്ന നാടായ അറേബ്യക്ക് വേണ്ടി പ്രവാചകൻ സംസാരിച്ചില്ല എന്നുള്ളതാണ്. അതിനു പകരം ഓരോ മനുഷ്യരോടും ചോദിച്ചു, ഇല്ലായ്മയുടെ ഒരു കാലം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ 9 മാസവും ചില്ലറ ദിവസങ്ങളും നിങ്ങളെ സംരക്ഷിച്ചവനായ ഒരു സൃഷ്ടാവില്ലേ, ഒരു സൃഷ്ടാവില്ലേ? ആ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിച്ചോളൂ. ആ സൃഷ്ടാവല്ലേ നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ചത്, നിങ്ങളുടെ അച്ഛനച്ഛന്മാരെ, അമ്മയമ്മമാരെ നിങ്ങൾ സൃഷ്ടിച്ചത് ആരാണ്? ആ ആളുകളിലേക്ക്, ആ സൃഷ്ടാവിലേക്ക് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുവരൂ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ആ പടച്ചതമ്പുരാനാണ്, ആ സൃഷ്ടാവിനാണ് ഒരു മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം പറയാൻ കഴിയുക. അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. മരണവും ജീവിതവും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി നന്മകൾ ചെയ്യുന്നത് എന്ന് പരിശോധിക്കാനാണ് എന്നാണ്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ആര് നന്മകൾ തീരുമാനിക്കുമെന്ന്, ആര് തിന്മകൾ തീരുമാനിക്കുമെന്ന്? ഇവിടെ ഇതാ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പറയുന്നത്, നന്മകളും തിന്മകളും തീരുമാനിക്കാൻ കഴിയുക മനുഷ്യനെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, അവന്റെ ഇച്ഛകൾ അറിയുന്ന, അവന്റെ ആഗ്രഹങ്ങൾ അറിയുന്ന, അവന്റെ താല്പര്യങ്ങൾ അറിയുന്ന സൃഷ്ടാവായ പടച്ചതമ്പുരാനാണ്. ഒരു മനുഷ്യന് ഇന്നത് നന്മയെന്ന് തീരുമാനിക്കാനും ഇന്നത് തിന്മയെന്ന് തീരുമാനിക്കാനും കഴിയുകയുള്ളൂ എന്നാണ്. അല്ലെങ്കിൽ ഞാനാണ് നന്മ തീരുമാനിക്കുന്നതെങ്കിൽ എനിക്കെന്തുകൊണ്ട് മദ്യം നിഷിദ്ധമെന്ന് പറയണം? സ്ത്രീധനം നമ്മുടെ നാട്ടിലെ ഒരു അനാചാരമാണ്, സമൂഹത്തിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതാണ്. എത്ര പേർക്ക് സ്ത്രീധനം നിഷിദ്ധമാണ്, അത് പാടില്ലെന്ന് പറയാനുള്ള തന്റെ ഇടം ഉണ്ടാവാറുണ്ട്? നന്മയും തിന്മയും നാം തീരുമാനിക്കാം എന്നാൽ പുതിയ കാലത്തെ
സ്വതന്ത്രവാദക്കാർ വിളിച്ചു പറയുന്ന പല അപജയങ്ങൾക്കും കൂട്ടുനിൽക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനു പകരം നമ്മെ സൃഷ്ടിച്ചവൻ, അവൻ പറഞ്ഞു നിയമം, എവിടങ്ങളിൽ പറഞ്ഞുവോ ആ നിയമങ്ങൾ മുന്നിൽ വെച്ച് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. എന്തിന്? ആ ചോദ്യം പ്രസക്തമാണ്. ആലോചിച്ചു നോക്കൂ. മദ്യത്തിന്റെ പ്രശ്നങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, മദ്യം ഒരാൾ ഉപയോഗിച്ചു, ലഹരി ഒരാൾ ഉപയോഗിച്ചു, എന്താണ് നഷ്ടം? അവന്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നു, സമൂഹത്തിന് അവനൊരു ബാധ്യതയാകുന്നു. അതിനെന്ത് എന്ന് ചോദിച്ചാൽ മരിച്ചു പോകുന്നു. അതോടുകൂടി കഴിയുമെങ്കിൽ പിന്നെ എന്താണ് പ്രശ്നം? ഒരാൾ ഇവിടെ സർവവൃത്തികേടുകളും ചെയ്യുന്നു. നമുക്കൊരു ദിവസം ലഭിക്കുന്നു എന്ന് തീരുമാനിക്കുക. ഈ രാജ്യത്തുള്ള മുഴുവൻ നിയമങ്ങളും ഇല്ലാതെയാകുന്ന ഒരു സ്വതന്ത്ര ദിവസം നമുക്ക് കിട്ടുന്നു എന്ന് കരുതുക. എന്തൊക്കെയായിരിക്കും നമ്മുടെ നാട്ടിൽ നടക്കുന്ന അനർത്ഥങ്ങൾ? നിയമങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് മനുഷ്യർ അവരെ നിയന്ത്രിക്കുന്നതും വൃത്തികേടുകളിൽ നിന്നും തിന്മകളിൽ നിന്നും അധാർമിക പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് എന്നത് തീർച്ചയാണ്. നിയമങ്ങളില്ലാത്ത ഒരു കാലത്ത് ഇവിടെ പലതും സംഭവിക്കുമെന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാൻ കഴിയും. ഞാൻ ചോദിച്ച കാര്യം ഇതാണ്. ഒരാൾ ലഹരി ഉപയോഗിച്ചാൽ, ഒരാൾ മറ്റൊരാളെ കൊന്നാൽ, ഒരാൾ മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ മറ്റാർക്കും ഉപദ്രവം ഉണ്ടാക്കാതെ അവൻ അവന്റെ ശരീരത്തിന് ഉപദ്രവം ഉണ്ടാക്കിയാൽ, അവൻ ഇവിടെ മരിച്ചു തീർന്നാൽ അതിനെന്താണ് പ്രശ്നമെന്ന് ഒരാൾ ചോദിച്ചാൽ നമുക്ക് എന്തുത്തരം പറയാനുണ്ട്? അവിടെ ഇസ്ലാം പറയുന്ന ഒരു മഹിതമായ സന്ദേശം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യരെ മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല ജീവിതമെന്നാണ്. അത് നീതിയുക്തമാണ്. ഈ ജീവിതത്തെ പരിശോധിക്കുന്ന ഒരു ലോകം വേണമെന്ന്, ഈ ജീവിതത്തെ അവലോകനം ചെയ്യുന്ന ഒരു ഇടം വേണമെന്ന് ഏത് മനുഷ്യ ബുദ്ധിയാണ് അത് തേടാത്തത്? പരലോകമെന്ന് നമ്മൾ പറയുന്ന ഒരു കാലമില്ലായിരുന്നുവെങ്കിൽ എന്നാരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സ്നേഹത്തോടുകൂടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളൊന്ന് ചോദിക്കട്ടെ. ഈ ലോകത്ത് 10,000-ങ്ങളെ ലക്ഷങ്ങളെ കൊന്നൊടുക്കിയ എത്രയോ വലിയ മഹാന്മാരായി ഈ രാജ്യത്ത് വിലസി നടന്ന മനുഷ്യരില്ലേ? അവരോട് പകരം ചോദിക്കാൻ ആർക്കു കഴിയും? നിങ്ങൾ പറ, ആർക്കു കഴിയും? ഒരു മനുഷ്യനെ കൊന്നാൽ പകരം നമുക്ക് അവനെ അതുപോലെ കൊന്ന് പകരം തീർക്കാമായിരിക്കും. പക്ഷേ 1000-ങ്ങളെ കൊന്നവരോട് എങ്ങനെയാണ് നമുക്ക് പ്രതികാരം തീർക്കാൻ കഴിയുക? സാധ്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു നീതിയുടെ ലോകം കടന്നു വരണം. ഈ ലോകത്ത് ജീവിച്ച മുഴുവൻ മനുഷ്യർക്കും തുല്യ നീതി ലഭിക്കുന്ന ഒരു കാലം വരണം. ഇവിടെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായി ജീവിച്ച് അവൻ സർവ്വ അധികാരങ്ങളും ഉപയോഗപ്പെടുത്തി, അവന്റെ കഴിവ് ഉപയോഗപ്പെടുത്തി, അവന്റെ അധികാരം ഉപയോഗപ്പെടുത്തി പാവപ്പെട്ട മനുഷ്യർക്കെതിരെ, പാവപ്പെട്ട സമൂഹത്തിനെതിരെ അതിശക്തമായ ക്രൂരതകൾ അഴിച്ചുവിടുമ്പോൾ അവന്റെ കൈക്ക് പിടിക്കേണ്ടവർ പോലും നോക്കി നിന്നത് ആസ്വദിക്കുമ്പോൾ അങ്ങ് ഫലസ്തീനിലെ ഗസയിൽ കാണുന്ന നരനായാട്ട് കണ്ടിട്ട് അതിനെതിരെ ശക്തമായ ഒരു വർത്തമാനം പറയേണ്ട രാജ്യങ്ങൾ, അതിനു പറ്റിയ കഴിവുള്ളവർ, അതിനുള്ള പരിധിയുള്ളവർ, അതിന് നേതൃത്വം നൽകുന്നവരെല്ലാം ഉണ്ടായിട്ട് അത് നോക്കി നിന്ന് ആസ്വദിക്കുന്ന ഈ ആളുകൾക്കെതിരെ നീതിയുടെ ഒരു ലോകം വേണമെന്ന് വിളിച്ചു പറയുന്നത് എങ്ങനെയാണ് അനീതിയായി മാറുക? അതല്ല അനീതി. മറിച്ച് ആ പാവപ്പെട്ട പിഞ്ചോമന പൈതങ്ങളുടെ വിഷയത്തിൽ ഒരു ചോദ്യമുണ്ടാകണം. ലോകം ചോദിക്കണം അവരോട്, എന്തിനീ നരനായാട്ട് ചെയ്തുവെന്ന്. ആ പിഞ്ചോമന പൈതങ്ങൾ നിങ്ങളോട് എന്തു തെറ്റ് ചെയ്തുവെന്ന് ചോദിക്കുന്ന ഒരു നീതിയുടെ കാലം അതുണ്ടാകണമെന്ന് നമ്മുടെ മനുഷ്യരുടെ മനസ്സുകൾ തന്നെ വിളിച്ചു പറയുന്നതാണ്. സംശയമുണ്ടോ നമുക്ക്? തിരുവനന്തപുരത്ത് റഫാൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി, അവനാണോ സ്വന്തം കുടുംബത്തിലെ 5 പേരെ അടിച്ചടിച്ചിഞ്ചിഞ്ചാക്കി കൊന്നത്? എങ്ങനെ പകരം വീട്ടാൻ കഴിയും? എങ്ങനെ പകരം ചോദിക്കാൻ കഴിയും? സാധ്യമല്ല. ഈ ലോകത്ത് സാധ്യമല്ല. എത്ര വലിയ ശിക്ഷകൾ കൊടുത്താലും അതിനൊന്നും പകരം ചോദിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സഹോദരങ്ങളെ, അവിടെയാണ് ഒരു പരലോകമുണ്ടാകണമെന്ന്, ഈ ജീവിതത്തെ പരിശോധിക്കുന്ന ഒരു ലോകമുണ്ടാകണമെന്ന് നമ്മൾ ഓരോരുത്തരും ആവശ്യപ്പെടുന്നത്. പടച്ചതമ്പുരാൻ ആ കാര്യം പറഞ്ഞു. അങ്ങനെ ഒരു ലോകമുണ്ട്, സർവരും അവിടെ വരുമെന്നാണ്. ആദ്യ ഘട്ടത്തിൽ നിങ്ങളോട് ആരോടും ചോദിക്കാതെ നിങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എഴുന്നേറ്റു വരുന്ന, ഒറ്റക്കൊറ്റക്കായി എഴുന്നേറ്റു വരുന്ന ഒരു കാലമുണ്ടാകുമെന്നാണ്. നുരുമ്പിപ്പോയ എല്ലുകളിൽ നിന്ന് ഞങ്ങൾ ഇനി തിരിച്ചു വരുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ആ പറഞ്ഞത്, അങ്ങനെ തിരിച്ചു വരുമെന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആനിലൂടെയാണ്. ആ ഖുർആനിലൂടെ പടച്ചതമ്പുരാൻ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലിഹ് ഫജഅൽനാഹു സമീഅൻ ബസീറ. ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനല്ലയോ പടച്ചതമ്പുരാൻ? നിങ്ങൾക്ക് കാഴ്ച തന്നില്ലേ? നിങ്ങൾക്ക് കേൾവി ശക്തി തന്നില്ലേ? ആ പടച്ചതമ്പുരാനെ പറ്റി
വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യം, അഫഅഈനാ ബിൽ ഖൽഖിൽ അവ്വൽ, ആദ്യത്തെ ഒരു സൃഷ്ടിപ്പ് കൊണ്ട് പടച്ചതമ്പുരാനങ്ങ് അശക്തനായി പോയി എന്ന്, ക്ഷീണിച്ചു പോയി എന്നാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെ കരുതേണ്ടതില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പടച്ചതമ്പുരാൻ ഒരു മാർഗദർശനം കാണിച്ചു തന്നിട്ടുണ്ട്. ഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾക്കുള്ള സന്മാർഗത്തിന്റെ വഴി നാം കാണിച്ചു തരുമെന്നാണ്. ആരത് പിന്തുടരുന്നുവോ അവർക്ക് പേടിക്കേണ്ടി വരില്ല, ദുഃഖിക്കേണ്ടി വരില്ല എന്നാണ്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. ആ സന്മാർഗത്തിന്റെ വഴി എവിടെയുണ്ട്? അത് നന്ദി കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ നന്ദിയുടെ വഴി തിരഞ്ഞെടുക്കാം, നന്ദികേട് കാണിക്കുന്നവർക്ക് അങ്ങനെയും മുന്നോട്ട് പോകാമെന്നാണ്. പക്ഷേ മരണം കൊണ്ട് അവസാനിക്കാത്ത ഒരു ലോകമുണ്ട് എന്നുള്ളത് കൊണ്ട്, മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ളത് കൊണ്ട്, അവിടെ ഇതെല്ലാം പരിശോധിക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് മനുഷ്യരെ നന്മയുടെ വഴിയിൽ സഞ്ചരിക്കണേ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ദൗത്യം നിർവഹിക്കാനാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ലോകത്തേക്ക് പടച്ചതമ്പുരാൻ നിയോഗിച്ചയച്ചത്. പ്രവാചകൻ ആ ദൗത്യം നിർവഹിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർവ്വ തിന്മകളും വ്യാപിച്ചു കിടന്ന ഒരു മണ്ണിലാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുവന്ന് മനുഷ്യരെ എന്ന് വിളിച്ച് സ്നേഹത്തോടു കൂടെ സംസാരിച്ചത്. ആ പ്രവാചകൻ 23 വർഷക്കാലം കൊണ്ട് ഈ വിശുദ്ധ ഖുർആനാകുന്ന സന്ദേശം കൊണ്ട് ഏറ്റവും വൃത്തികെട്ട ഒരു ജനതയെന്ന് ലോകം വിധിയെഴുതിയ ആ സമൂഹത്തെ പറ്റി പിന്നീട് നമ്മൾ കേൾക്കുന്ന വാചകങ്ങൾ എന്താണ്? ഖൈറു ഉമ്മ എന്നാണ്, ഉത്തമ സമൂഹം എന്നാണ്. ആരാണ് ആ പ്രവാചകൻ? സഹോദരങ്ങളെ, പ്രവാചകന്റെ കഴിവെന്തായിരുന്നു? വിശുദ്ധ ഖുർആനിനെ ജനങ്ങളോട് സംസാരിക്കുക എന്നുള്ളതായിരുന്നു. അത് പ്രവാചകൻ മുഹമ്മദ് നബി നിർവഹിച്ചു എന്നുള്ളതാണ്. ആ വിശുദ്ധ ഖുർആൻ നമ്മുടെ കൈകളിലുണ്ട്, മൊബൈൽ ഫോണുകളിലെ ആപ്ലിക്കേഷനുകളായി നമ്മുടെ കൈകളിലുണ്ട്. തുറക്കണേ, വായിക്കണേ, അതിന്റെ സന്ദേശങ്ങളോടൊത്ത് നിങ്ങളൊന്ന് സഞ്ചരിക്കണേ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. പുതിയ കാലത്ത് സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സമാധാനത്തിന്റെയും ഇതുപോലെയുള്ള സന്ദേശങ്ങളുമൊക്കെ മുന്നിൽ നിർത്തി സംസാരിക്കേണ്ടുന്നതിന് പകരം ഇത് തീവ്രവാദമാണ്, ഇത് ഭീകരവാദമാണ്, വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അമുസ്ലിങ്ങളെ കണ്ടേടത്ത് വെച്ച് കൊല്ലണമെന്ന് പറയുന്ന ഗ്രന്ഥമാണെന്ന് ഇന്നലെയും മിനിയാന്നും സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു തീർക്കുന്നത് IPS ജീവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന ഒരു ആളാണെന്ന് പറയുമ്പോൾ, ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. വിശുദ്ധ ഖുർആൻ അവർ വായിച്ചിട്ടില്ല. എവിടെയാണ് അമുസ്ലിം സഹോദരങ്ങളെ കൊല്ലണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്? ഒരിക്കലും അങ്ങനെ പറയുന്നില്ല എന്ന് മാത്രമല്ല, അറിയുമോ നിങ്ങൾക്ക്, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരോടൊത്തിരിക്കുന്ന ഒരു വേളയിൽ അതാ ഒരു ജൂതന്റെ ശവമഞ്ചവുമായി ഒരു വിലാപയാത്ര കടന്നു പോകുന്നു. പ്രവാചക പ്രഭു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റു നിന്നു. തന്റെ അനുചരന്മാർ എഴുന്നേറ്റു നിന്നു. ആ അനുചരന്മാർ ആ സമയത്ത് ചോദിച്ച ഒരു ചോദ്യമുണ്ട്: പ്രവാചകരെ, അതൊരു ജൂതന്റെ ശവമല്ലേ, ശവസംസ്കാരത്തിനുള്ള യാത്രയല്ലേ, ശവമഞ്ചമല്ലേ കൊണ്ടുപോകുന്നത്? അങ്ങെന്തിനാണ് അതിനെ ബഹുമാനിക്കുന്നത് എന്നാണ് പ്രവാചകൻ മുഹമ്മദ് നബി, കാരുണ്യത്തിന്റെ പ്രവാചകന്റെ മറുപടി എന്താണെന്ന് അറിയുമോ? അതൊരു മനുഷ്യനല്ലേ എന്നാണ്. അതൊരു മനുഷ്യനല്ലേ എന്നാണ്. മനുഷ്യത്വത്തിന്റെ ഉച്ചൈസ്തരമായ പ്രഖ്യാപനം നിർവഹിച്ച ആ പ്രവാചകന്റെ നേരെ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും വേരുകൾ കൂട്ടിച്ചേർത്ത് പറയാൻ ശ്രമിക്കുന്നവരോട് ഞങ്ങൾക്കൊന്ന് പറയാനുള്ളത്, ആ പ്രവാചകൻ പഠിപ്പിച്ച മാതൃകയിൽ ജീവിക്കുന്നത് കൊണ്ടാണ് അയൽവാസികളോട് ഏറ്റവും മാന്യമായി ഞങ്ങൾക്ക് പെരുമാറാൻ കഴിയുന്നത്. തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വീടിനകത്തിരുന്ന് സമൃദ്ധമായി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിനക്കൊന്നും ഈ സൊസൈറ്റിയിൽ, ഇസ്ലാമിക സമൂഹത്തിൽ സ്ഥാനമില്ലെന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകനാണ് ഞങ്ങളുടെ ആത്മീയ നേതാവെന്ന് പറയുന്നത്. ആലോചിക്കുക നമ്മൾ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയുള്ള ഒരു നേതൃത്വമായിരുന്നു എന്ന്. ആരെയാണ് പ്രവാചകൻ പീഡിപ്പിച്ചത്? ആരോടാണ് പ്രവാചകൻ അക്രമങ്ങൾ ചെയ്തിട്ടുള്ളത്? അറിയുമോ നിങ്ങൾക്ക്? വർഗീയതയുടെ ഏതെങ്കിലും പേര് ചേർത്ത് ആരെങ്കിലും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നുവെങ്കിൽ ഞങ്ങളൊന്ന് പറയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ ഒരു ചരിത്ര സംഭവമുണ്ട്. ഞാൻ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, എന്താണ് ആ വാചകം എന്നറിയുമോ? ആ സമൂഹത്തിലെ ഒരു ഉന്നത കുലജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ മോഷ്ടിച്ച വേളയിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ശുപാർശകരായി ചിലർ കടന്നു വരുന്നുണ്ട്. ആ സ്ത്രീ മോഷ്ടിച്ചു, പക്ഷേ അതിന് ശിക്ഷാ നടപടി എടുക്കരുത് എന്നാണ്. സമൂഹത്തിലെ ഉന്നത കുലജാതിയാണ്, അവർക്കത് മോശമാണ്.
പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു. പ്രവാചകൻ ചോദിച്ചു, ആരാണ് ഈ ഒരു വർത്തമാനത്തിന് വേണ്ടി നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? എന്റെ മകൾ ഫാത്തിമയിലെ, അവൾ എന്റെ കരളിന്റെ കഷ്ടമാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ ഫാത്തിമയാണ്. ആ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിലും ഫാത്തിമയുടെ കൈ ഞാൻ മുറിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ നീതിയുടെ വർത്തമാനം പറഞ്ഞ ആ പ്രവാചകന്റെ പേരിൽ ആ വർഗീയതയുടെ വർത്തമാനങ്ങൾ ചേരില്ല എന്ന് പറയാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ പ്രവാചകന്റെ ചരിത്രം ഇവിടെയുണ്ട്. ആ പ്രവാചകനാണ് 23 വർഷം കൊണ്ട് ആ സമൂഹത്തെ ഏറ്റവും ഉന്നതരായ ഒരു സമൂഹമാക്കി വാർത്തെടുത്തതെങ്കിൽ അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്, അതിന് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം അത് വിശുദ്ധ ഖുർആനായിരുന്നുവെങ്കിൽ ആ വിശുദ്ധ ഖുർആൻ ഇവിടെയുണ്ട്. പ്രിയപ്പെട്ട മനുഷ്യരെ, പഠിക്കൂ നിങ്ങൾ ആ ഗ്രന്ഥം. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന വാചകം പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായത്. നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ പേരിൽ നീ വായന ആരംഭിക്കുക എന്ന് പറഞ്ഞ, വായിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ വായിക്കുക. അതിൽ പരിഹാരങ്ങളുണ്ട്, ലഹരിക്ക് പരിഹാരമുണ്ട്, സർവ്വ തിന്മകൾക്കും പരിഹാരമുണ്ട്. സമാധാനത്തിന്റെ ഒരു ഗേഹത്തിലേക്ക് പടച്ചതമ്പുരാൻ നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. ആ സമാധാനത്തിന്റെ ഗേഹത്തിലേക്കാണ് പടച്ചതമ്പുരാൻ വിളിക്കുന്നത്. ആ വടിയിലേക്കാണ് വിസ്ഡം സ്റ്റുഡൻസ് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഒരുമിച്ച് കൂട്ടി മെയ് 11-ാം തീയതി പെരിന്തൽമണ്ണയിൽ പ്രഖ്യാപിക്കുന്നത്. ഈ ലഹരിക്കെതിരെയാണ്, ഈ തിന്മകൾക്കെതിരെയാണ്, യഥാർത്ഥ പരിഹാരത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു ഒരു വാചകം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട്. നാം ജീവിക്കുന്ന നാട് ഇന്ത്യ ഇതൊരു ബഹുസ്വര സമൂഹമാണ്. ഇത് മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു നാടാണ്. എന്താണ് ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രത്യേകത? പാശ്ചാത്യ നാടുകളിൽ മതേതരത്വം എന്ന് പറയുമ്പോൾ ഒരു മതവും പാടില്ല എന്നാണെങ്കിൽ, ഒരു മതവും വിശ്വസിക്കേണ്ടതില്ല എന്നാണെങ്കിൽ, ഇന്ത്യ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് എല്ലാ മതങ്ങളെയും ചോർത്തുപിടിക്കുന്ന ഒരു മതേതരത്വമാണ്. നീ ഒരു മുസ്ലിമാണോ? നിനക്ക് മുസ്ലിമായി ജീവിക്കാം, അതിന്റെ ആചാരങ്ങൾ നിനക്ക് ചെയ്യാം, 5 നേരം നിനക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കാം, നിനക്ക് നോമ്പെടുക്കാം, നിനക്ക് നിന്റെ ആ മതപരമായ കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാം. നീ ഒരു ഹൈന്ദവനാണോ? നിനക്ക് അമ്പലങ്ങളിൽ പോകാം. നീ ക്രൈസ്തവനാണോ? നിനക്ക് ആ വിശ്വാസവുമായി നിങ്ങളുടെ ചർച്ചുകളിൽ പ്രവേശിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ മതവുമായും മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ മതവുമായും ജീവിക്കാൻ കഴിയുമെന്ന സ്വാതന്ത്ര്യം, അത് വലിയ ഒരു സന്ദേശമായി എഴുതി ചേർത്ത ഒരു ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് ഇന്ത്യയുടെ സൗഹൃദത്തിന് കോട്ടം തട്ടുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. ഭരണഘടനയുടെ അലകും പിടിയുമെല്ലാം പറിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഫാഷിസത്തിന്റെ വടികളെ നാം തിരിച്ചറിഞ്ഞ് പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ ഈ നാട് ഖേദിക്കേണ്ടി വരുമെന്നുള്ളത് തീർച്ചയാണ്. ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവരും മതമില്ലാത്തവരും ബുദ്ധനും ജൈനനും സിഖ് മതക്കാരനുമെല്ലാം ഒന്നിച്ചൊരുമിച്ച് നിന്നിട്ടാണ് ഇന്ത്യ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നത്, ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കുമെന്ന് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാൻ വിദ്യാർത്ഥി സമൂഹമേ, നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം പഠിക്കണം. എങ്ങനെയാണ് ഇന്ത്യ ഇന്ത്യയായത് എന്ന് പഠിക്കണം. ആ പഠനവും ആ ചരിത്ര പാഠവും പകർന്നു നൽകുന്ന ഒരു മഹാസമ്മേളനമായിരിക്കും വരുന്ന 11-ാം തീയതി നടക്കുന്ന സമ്മേളനമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മക്കളെ ആ വഴിയിലേക്ക് പറഞ്ഞയക്കണേ എന്ന് ഓർമ്മപ്പെടുത്തി, 6-ാം തീയതി മുതൽ 11-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ദ സൊല്യൂഷൻ എന്ന് പറയുന്ന എക്സിബിഷനിലും നിങ്ങൾ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാചകങ്ങൾ അവസാനിപ്പിക്കട്ടെ. നന്ദി. ജസാകുമുല്ലാഹു ഖൈർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലഹരിയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നമ്മൾ ഇതുവരെ നടത്തി വന്നത്. ഇനി നമ്മുടെ ഈ അത്താണി, അത്തോളി, ചോയികുളം ഈ പ്രദേശത്ത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, പല ആളുകളിൽ നിന്നും പല പരാതികളും കേസുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മളെല്ലാവരുടെയും അറിവിൽ തന്നെ ഈ പ്രദേശത്തെ വിദ്യാർത്ഥിനികളിൽ വരെ ഇത്തരം MDMA പോലെയുള്ള പോയിസണുകൾ ഉപയോഗിച്ച് അഡിക്ഷനായി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് സാമൂഹികമായി ഒരു നല്ലൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ, എല്ലാവരും ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരു സംവിധാനത്തെ പറ്റി പിന്നെ ആലോചിച്ചാൽ അതെത്ര ഗുണകരമാകുമെന്നുള്ള കാര്യത്തിൽ രവീന്ദ്രൻ സാർ, നമ്മുടെ മുതിർന്ന ഇവിടെയുള്ള അതിഥികളിലെ മുതിർന്ന ഒരാൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ നമ്മൾ തേടുകയാണ്. 2-3 മിനിറ്റുള്ള അദ്ദേഹത്തിന് ഗൂഗിൾ മീറ്റ് ഉണ്ട്. വലിയൊരു പ്രോഗ്രാം
അതിൻ്റെ സമയമായിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ഹ്രസ്വഭാഷണം കേട്ടുകൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ കൃതജ്ഞത രേഖപ്പെടുത്താം. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. തീർച്ചയായും മുന്നോട്ട് വെച്ച ആശയം ലഹരി പോലെയുള്ള തിന്മയ്ക്കെതിരെ മനുഷ്യരാശിയെ മുച്ചോട് നശിപ്പിക്കുന്ന തിന്മയ്ക്കെതിരെ നമ്മൾ എല്ലാവരും ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ ഐക്യപ്പെടേണ്ടതുണ്ട്, പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിന് ഞങ്ങളെപ്പോലുള്ളവരുടെ എളിയ സംഘടനയുടെ മുഴുവൻ ആനുകൂല്യവും ഉണ്ടാകും എന്ന് ഉറപ്പു തരികയാണ് ഈ സന്ദർഭത്തിൽ ചെയ്യുന്നത്. വളരെ നല്ല ഒരു പരിപാടിയാണ് നിർവഹിച്ചിരിക്കുന്നത്. ഒപ്പം ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ സർവധർമ്മ സമഭാവനയുടെ ആവശ്യകത വ്യക്തമാക്കുന്ന ഒരു പ്രഭാഷണം കൂടി ഇവിടെ നടന്നു. തീർച്ചയായും ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് ഏറ്റവും ആവശ്യമായിട്ടുള്ള അഥവാ അനിവാര്യമായിട്ടുള്ള ഒരു വിഷയമാണ് അതെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ആ രംഗത്തും എളിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രധാനമായും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലാണ് ഒഴുകിയിട്ടുള്ളത്. എനിക്കുള്ള ഒരു സങ്കടം, നമുക്ക് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളം ഇങ്ങനെയായതിൻ്റെ യഥാർത്ഥ കാരണം, മൂലകാരണം ധീരമായി പറയാനുള്ള ഒരു മനസ്സോ ധൈര്യമോ ഉണ്ടായിട്ടില്ല എന്നതാണ് എൻ്റെ ഒരു സങ്കടം. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ഗൗരവമായി ചിന്തിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇന്ത്യയിൽ 28 സംസ്ഥാനമുണ്ട്. ആ സംസ്ഥാനത്തിൽ കേരളത്തിലാണ് ഇന്ന് ഈ ദുർഗതി വന്നിരിക്കുന്നത് എന്ന അടിസ്ഥാനത്തിൽ, അതും ഈ 10 വർഷത്തിന് അകത്തു സംഭവിച്ച ഒരു ഭീകര വിഷയമാണ്. രണ്ടാമത്തെ ഒരു കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്, കേരളത്തിലെ 60% സ്കൂളുകളിൽ ലഹരി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. MDMA പോലെയുള്ള മാരക ലഹരി തന്നെ, ഞാൻ അടിവരയിട്ട് പറയുന്നു, എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്റെ ചോദ്യം, ഈ 10 വർഷം ഇവിടുത്തെ എക്സൈസുകാർ, എന്റെ ഭാഷയിൽ എക്സർസൈസുകാർ ആണ്, ആ എക്സൈസുകാർ ബോധവൽക്കരണം നടത്തിയിട്ട് 60% സ്കൂളുകളും എങ്ങനെ ലഹരിയുടെ അടിമകളായി, എങ്ങനെ അവിടെയൊക്കെ ഇത്ര ഭീകരമായി ലഹരി വന്നു എന്ന് ഒന്ന് ഗൗരവമായി ചിന്തിക്കണം. മാത്രമല്ല, എക്സൈസുകാരന് ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കാനുള്ള എന്ത് ധാർമ്മികതയാണുള്ളത് എന്ന് ഗൗരവമായി ചിന്തിക്കണം. നരിക്കുനിയിൽ ഒരു മദ്യഷാപ്പിനെതിരെ 100 ദിവസം സമരം ചെയ്ത ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. ആ സമരത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യം, എക്സൈസുകാർക്ക് 200 മീറ്റർ തികയാഞ്ഞിട്ട് ഷാപ്പ് വെക്കാൻ, എന്നിട്ട് ആ കെട്ടിടത്തിന്റെ വാതിൽ പൊളിച്ച് മറ്റൊരു ഭാഗത്താക്കി കൊടുത്ത് സ്കൂളിന്റെ ഇതുമായിട്ടുള്ള വ്യത്യാസം 200 മീറ്റർ ആക്കാൻ ശ്രമിച്ച ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ, ഈ രാജ്യത്ത് മദ്യത്തെ കൊണ്ടുവരുവാനും അത് വ്യാപിപ്പിക്കുവാനും ലഹരി വ്യാപിപ്പിക്കുവാനും പരിശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് സത്യസന്ധരായിരിക്കുക, ധീരരായിരിക്കുക. ആരാണോ കൊള്ളരുതായ്മ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ തുറന്നു കാണിക്കാനുള്ള ധൈര്യവും ശക്തിയും, അതാണ് പ്രോഫറ്റ് മുഹമ്മദിൽ നിന്ന് ആദ്യം നാം ഉൾക്കൊള്ളേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് നിങ്ങൾ സ്വീകരിക്കുമെന്ന വിശ്വാസത്തോടു കൂടി ലഹരി വിരുദ്ധ പ്രവർത്തനത്തില് ഞാൻ പറയാനുള്ള ഒരു വാക്യം, ഈ ലോകത്തെ മതങ്ങളിൽ ഏറ്റവും ശക്തമായി ലഹരിക്കെതിരെ പ്രതികരിച്ചിട്ടുള്ള മതം ഇസ്ലാം മതം എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ, പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഇവിടെ പറഞ്ഞതല്ല, അതിനപ്പുറത്ത് ചിലതുണ്ട്. ഒരു ഹദീസ് വാക്യമാണെന്ന് തോന്നുന്നു, കള്ള് ചെത്തുന്ന തെങ്ങിന്റെ ചോട്ടിൽ കെട്ടിയ പശുവിന്റെ പാല് പോലും ഒരു ഇസ്ലാം കുടിച്ചു പോകരുത് എന്ന് പറയുമ്പം, ഈ കഴിഞ്ഞ 2 ആഴ്ചയില് ഒരു കോന്തന്റെ ചിത്രം നിങ്ങൾ വന്നു കാണും മൊബൈലിൽ. എന്താ പറയുന്നത്? കുടുംബസമേതം
കള്ളുഷാപ്പിൽ പോകത്തക്ക രീതിയിൽ കള്ളുഷാപ്പ് പരിഷ്കരിക്കാൻ പോവുകയാണെന്ന് മനസ്സിലായോ? ജമീലയും ഉമ്മറും കോയയും ഗോപാലനും കണാരനും ഇസ്താക്കും എല്ലാം ഒന്നിച്ചു ചെല്ലേണ്ട സ്ഥലമാണ് പോലും കള്ളുഷാപ്പ്. ഇങ്ങനെ ഒരു സംസ്കാരം, ഇങ്ങനെ ഒരു നീച സംസ്കാരം, ഇങ്ങനെ ഒരു മനുഷ്യത്വരഹിതമായ സംസ്കാരത്തെ കൊണ്ടുവരുന്നവർ ആരാണ് എന്ന് ഉറക്കെ പറയാനുള്ള തന്റെ ഇടത്തിലേക്ക്, ശക്തിയിലേക്ക്, നട്ടലിലേക്ക് ഉയരാൻ നമുക്ക് കഴിയട്ടെ. വീണ്ടും നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ മഹൽ പ്രവാചകൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ വാക്കുകൾ കേൾക്കാത്തവർ, ലഹരി ഉപയോഗിക്കരുത്, എന്റെ വാക്കുകൾ കേൾക്കാത്തവർ മരണാനന്തരം എത്തുമ്പോൾ നരകത്തിൽ കിടക്കുന്നവരുടെ ചലം ഞാൻ നിങ്ങളെ കൊണ്ട് കുടിപ്പിക്കും എന്നാ പറഞ്ഞത്. ആ ചലമെങ്കിൽ ചലം കുടിക്കാൻ തയ്യാറായി നമ്മുടെ, ഞാൻ പറയുന്നത് ഇത്ര ശക്തമായ വിലക്കുള്ള ഒരു മതത്തിലെ നല്ലൊരു ശതമാനം ചെറുപ്പക്കാരിന്ന് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ മതത്തിന്റെ ദർശനങ്ങൾ വേണ്ടതുപോലെ നമ്മുടെ സമൂഹത്തിന് ചെല്ലുന്നുണ്ടോ, കുട്ടികളിൽ എത്തുന്നുണ്ടോ എന്ന ഗൗരവമായ ചിന്ത കൂടി ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എനിക്ക് തന്ന അവസരത്തിന് 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിരന്തരം ഇത്തരം ചർച്ചകളും അതുപോലെ തന്നെയുള്ള ആശയ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും ഒക്കെ നടക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി, ഒരാൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞപ്പം എനിക്ക് ചെറിയൊരു വിഷമമുണ്ടായി. കേരളത്തിൽ മദ്യത്തിൽ നിന്നുള്ള വരുമാനം 3%, അതൊക്കെ എന്നെ പൊളിച്ചടക്കിയ പുളിച്ച കളത്തരങ്ങളാണെന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. 18% വരും എന്ന് കറക്റ്റ് കണക്ക് വെച്ചിട്ട് ആരുടെ മുമ്പിൽ വെച്ച് അവതരിപ്പിക്കാനും തയ്യാറാണെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. വളരെ മനോഹരമായി തൻ്റെ വിലപ്പെട്ട സമയത്ത് ഉച്ചയിത്തരം ലഹരിക്കെതിരെ നമ്മളോട് സമരസപ്പെടാൻ തയ്യാറായ രവീന്ദ്രൻ സാറിനും കൃതജ്ഞത അറിയിക്കുകയാണ്. ഈ നേരത്തെ ടേബിൾ ടോക്കിംഗ് വളരെ മനോഹരമായ, ഞാൻ പേഴ്സണലി അദ്ദേഹത്തോട് പറഞ്ഞു, അഭിപ്രായങ്ങളും നിരീക്ഷണത്തിലും നമ്മളേറെ ആകർഷിപ്പിച്ച ചില പോയിന്റുകൾ പറഞ്ഞ ഈ പ്രൊഫസർ ജ്യോതി മാത്യു സാർ, അദ്ദേഹവും നമുക്ക് വേണ്ടി മഗ്‌രിബിന്റെ മുമ്പ് തീർന്ന സെഷനായിട്ടും നമ്മളോടൊപ്പം ചേർന്ന് നിന്നതിന് ഹൃദയം തുറന്ന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹത്തെയും ഇതുപോലെ ഒരു 2-3 മിനിറ്റ് സംസാരിക്കുവാനായി ക്ഷണിക്കുകയാണ്. ശേഷം നമ്മുടെ വിദ്യാർത്ഥി ഘടകത്തിൻ്റെ സംസ്ഥാന പ്രതിനിധി സഫ്വാൻ പറാമിയുടെ പ്രഭാഷണം ഉണ്ടായിരിക്കും. അത് മുഴുവനായും കേട്ട ശേഷമേ എല്ലാവരും തിരികെ പോകാവൂ എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ജ്യോതി സാറെ ആദരപൂർവ്വം ക്ഷണിക്കുക. പ്രിയപ്പെട്ടവരെ, നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചതിൻ്റെ തുടർച്ചയാണ്. എൻ്റെ കൂടെ സംസാരിച്ച 2 പേരും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി. രവീന്ദ്രൻ സാറിനോട് നമ്മുടെ മോഡറേറ്റർ ചോദിച്ചൊരു കാര്യം, അത്താണി, അത്തോളി, പൊങ്ങന്നൂര്, കോട്ടമ്പലം ഈ പ്രദേശങ്ങളിലൊക്കെ ലഹരി മുക്തമാക്കുന്നതിന് നമുക്കെന്ത് ചെയ്യാൻ കഴിയും എന്നാണ് ചോദിച്ചത്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കട്ടെ. 20 വർഷം ഞാൻ ഈ അത്തോളിയിൽ ഉണ്ടായിരുന്നു. 20 വർഷം. നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്തോളിയിൽ നിന്ന് കുറച്ചിങ്ങോട്ട് പോയാൽ നമ്മളെ LP സ്കൂള്, ചീക്കിലോട് റോഡിലുള്ള LP സ്കൂളിൻ്റെ സൈഡിൽ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് സ്ഥാപനം സെൻറ് ജോസഫ്സ് ഇംഗ്ലീഷ് അക്കാദമി എന്ന പേരിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. 20 വർഷം ഞാൻ ഈ അത്തോളിൻ്റെ മുക്കിലും മൂലയിലും ഇതിൻ്റെ സ്പന്ദനങ്ങളും അറിഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ട അത്തോളി അല്ല ഇപ്പോൾ. നിങ്ങൾ ചിലപ്പോൾ അത് വിശ്വസിച്ചില്ലേ ഇല്ല. ഞാൻ രാത്രി 10 മണിക്കും 10:30ക്കുമാണ് ഇവിടുന്ന് പോവുക. കാരണം ഈ പ്രദേശത്തൊക്കെ നൈറ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോകുമ്പോൾ അത്തോളി അങ്ങാടിയിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവുമായിരുന്നു. ഒരുപാട് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. സജീവമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലഹരി കഴിക്കുന്നവരുണ്ട്, കഴിക്കാത്തവരുണ്ട്, ഒക്കെ ഉണ്ടെങ്കിലും അത്തോളിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാരും
ക്ലബ്ബുകളും സംഘടനകളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ എന്ത് നടന്നാലും അത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന പൊതുജനങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ഇലയിണങ്ങാൻ സമ്മതിക്കാത്ത വിധത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും നടന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഇടപെടലുണ്ടായി. എന്നാൽ ഇപ്പൊ കാണുന്നത് ചെറുപ്പക്കാർ എവിടുന്നോ വരുന്നു. അവർ അത്തോളിക്കാരാണോ ഏത് നാട്ടുകാരാണോ എന്നറിയില്ല. പലയിടങ്ങളിലും, ഇവിടെ മാത്രമല്ല ഓരോ സ്ഥലങ്ങളിലും എവിടുന്നോ വരുന്നു. അവർ ബൈക്കിൽ വരുന്നു, വണ്ടിയിൽ വരുന്നു, പല രൂപത്തിൽ കാണുന്നു. അവരോട് ചോദിക്കാൻ പോലും ധൈര്യമുള്ള ആരോടില്ല. 9 മണി കഴിഞ്ഞാൽ അങ്ങാടി ശൂന്യം, ഒരു മനുഷ്യൻ അങ്ങാടിയിലില്ല. ഈ പ്രദേശത്തൊക്കെ ഉള്ള സ്ഥിതിയാണ്. 9 മണി കഴിഞ്ഞാൽ ആരുമില്ല, ചോദിക്കാൻ ആളില്ല, പോലീസ് മാത്രമേ ഉള്ളൂ. ഈ സംവിധാനം മാറണം. ഈ സംവിധാനം മാറണമെങ്കിൽ കുടുംബത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ശക്തമായ ഒരു സംഘാടനം ആവശ്യമാണ്. ഇപ്പം വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ മുന്നോട്ട് വെച്ച ഈ ആശയം ഇവിടുത്തെ സംഘടനകളിലേക്കൊക്കെ പോകണം. രാഷ്ട്രീയ മത ഭേദങ്ങളില്ലാതെ എല്ലായിടത്തേക്കും പോകണം. അവരെല്ലാം ഒത്തുചേരണം. ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാനാവൂ. രാസലഹരി 6 മാസം കൊണ്ടൊരു മനുഷ്യനല്ലാതാക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഭീകരത. ബ്രെയിൻ സിസ്റ്റം ഫസ്റ്റ് തകർക്കുന്നു, ബോഡി ഒന്നിനും പറ്റാണ്ടാവും. ഇത് രണ്ടും ഇല്ലാത്ത ഒരു മനുഷ്യൻ ജീവിച്ചിട്ടെന്താ കാര്യം? ഈ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ഓരോ കുടുംബത്തിലും ഇടപെട്ട് കുടുംബത്തിലേക്ക് കയറി ചെന്ന് അവിടെ ആ പ്രശ്നങ്ങൾ അവിടെ വെച്ച് പരിഹരിച്ച് മെല്ലെ കൊണ്ടുപോകണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഗാന്ധിജി വിഭാവനം ചെയ്ത ഒരു പ്രധാനപ്പെട്ട ആശയമുണ്ട്. അത് ജോലി, നമ്മൾ വിദ്യാഭ്യാസത്തോടൊപ്പം ജോലി കൂടി ചെയ്യാൻ. അങ്ങനെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഗാന്ധിജി പ്രാധാന്യം കൊടുത്തിരുന്നു. നമ്മൾ പഠിക്കുന്നത് നമ്മുടെ പൈസ കൊണ്ടാണെങ്കിൽ നമ്മുടെ പൈസയ്ക്ക് വില ഉണ്ടാവും, വേദന ഉണ്ടാവും, വിഷമം ഉണ്ടാവും. പൈസന്റെ വില അറിയുന്നവൻ അത് നശിപ്പിക്കാൻ ശ്രമിക്കില്ല. അങ്ങനെ കുട്ടികൾ തൊഴിൽ ചെയ്ത് പഠിക്കുന്ന ഒരു സംവിധാനം ഈ അടുത്ത കാലം വരെ എന്തുകൊണ്ടോ കേരളത്തിൽ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം നമ്മളൊക്കെ ഞെട്ടിക്കുന്ന രീതിയിൽ യുവാക്കളായിരുന്ന കുട്ടികൾ കോളേജിലൊക്കെ പഠിക്കുന്ന എല്ലാവരും തൊഴിലിന് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് വളരെ നല്ലൊരു സംഭവമാണല്ലോ, ഗാന്ധി അന്ന് വിഭാവനം ചെയ്ത ഒരു സംഭവമാണ് ഇപ്പൊ നടക്കുന്നത്. പക്ഷെ അതിന്റെ പിന്നിൽ ഒരു ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് ഈ അടുത്ത കാലത്താണ് ഞാൻ മനസ്സിലാക്കിയത്. നല്ലൊരു ശതമാനം ആളുകൾ ജോലിക്ക് പോകുന്നതിനാണെന്നറിയോ? സമ്പാദിക്കാൻ. ഈ സമ്പാദ്യം എന്തിനു വേണ്ടിയാണെന്നറിയോ? അവർക്ക് ലഹരി വാങ്ങി ഉപയോഗിക്കണം. ഇത് സത്യത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. ഞാൻ വിചാരിച്ചു ഗാന്ധി വിഭാവനം ചെയ്ത ഒരു ലോകത്തേക്ക് നീങ്ങുകയാണ്. അങ്ങനെയല്ല. അതുകൊണ്ട് ഓരോ വീട്ടിലും രക്ഷിതാക്കൾ അറിയണം, എന്റെ മകൻ ജോലിക്ക് പോകുന്നുണ്ട്, അവൻ സമ്പാദിക്കുന്നുണ്ട്, എവിടുന്ന്, എങ്ങനെ, ഏത് തരത്തിൽ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്, എന്തിനു വേണ്ടി അവർ ഉപയോഗിക്കുന്നു, ഇത് അന്വേഷിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം, ഒന്നിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ പോലെ മക്കള് ജോലിക്ക് പോകുന്നുണ്ട്, മക്കള് സോഴ്സ് കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ, ഇൻകം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് എവിടുന്ന് എന്ന് കൂടി അന്വേഷിക്കണം. ഇങ്ങനെ ഓരോ ഇടത്തും അന്വേഷണങ്ങളുണ്ടെങ്കിൽ, നമ്മൾ എല്ലാ സംഘടനകളും ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ക്ലബ്ബുകൾ എല്ലാം ഒന്നിച്ചു പ്രവർത്തിക്കുകയാണെങ്കിൽ, സ്കൂളുകൾ അതിൻ്റെതായ സജീവമായ ഇടപെടലുകൾ അധ്യാപകർ നടത്തുകയാണെങ്കിൽ, PTA ശക്തമായി ഇടപെടുകയാണെങ്കിൽ, വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു മഹാവിപത്തിൽ നിന്ന് നമ്മുടെ നാടിനെ, ഈ പ്രദേശത്ത് ഒരു ഗ്രാമത്തെ നമുക്ക് ആദ്യം നമ്മൾ നോക്കേണ്ടതുള്ളൂ. ഞാൻ പറഞ്ഞു 6,40,000 വരുന്ന ഗ്രാമങ്ങൾ, ആ ഓരോ ഗ്രാമവും മെച്ചപ്പെട്ടാൽ ഇന്ത്യ നന്നായി. ആദ്യം നമ്മുടെ ഈ അത്തോളി നോക്കുക. ഈ അത്തോളിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പം നിർഭാഗ്യവശാൽ പത്രം വായിച്ചു നോക്കുമ്പോൾ ഒരുപാട് കേസുകൾ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് ഉണ്ട്, നമ്മൾ കാണുന്നുണ്ട് ഓരോ ദിവസവും. അത് നമ്മളെ ഞെട്ടിക്കുന്നു. അവിടെ നിന്ന് പിടിച്ചു, ഇവിടെ നിന്ന് പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഞെട്ടിക്കുന്നു. നമ്മുടെ നാട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തും. അപ്പൊ തീർച്ചയായിട്ടും അതോടൊപ്പം രക്ഷിതാക്കൾ മറ്റൊരു കാര്യം കൂടി ഓർക്കണം. അമിതമായ സമ്മർദ്ദം കുട്ടികളിലെ
അമിതമായ സമ്മർദ്ദങ്ങളിൽ നിന്ന് നമ്മളെ കുട്ടികളെ രക്ഷിക്കണം. വിദ്യാഭ്യാസം അമിതമായ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്, നമുക്കൊരു സംശയമില്ല. എൻ്റെ കുട്ടി ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം, ഈ ചിന്ത ഒരു കുട്ടീനെ എത്രമാത്രം ബാധിക്കുന്നുണ്ടെന്ന് അറിയാം. ആ കുട്ടി അതിനുള്ള കഴിവ് ഇല്ലാത്ത കുട്ടിയാണെങ്കിൽ അവൻ്റെ മേൽ എത്ര സമ്മർദ്ദം ഉണ്ടാവും. ഇനി തൊഴിൽ മറ്റൊരു പ്രശ്നമാണ്. ഉദ്ദേശിച്ച തൊഴിൽ കിട്ടിയില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഇതൊക്കെ സമ്മർദ്ദങ്ങളാണ്. പെണ്ണ് കിട്ടാത്ത അവസ്ഥ, ഗവൺമെന്റ് ജോലി ഉണ്ട് മാത്രമെങ്കിലേ പെണ്ണ് കിട്ടൂ എന്നുള്ള അവസ്ഥ, ഇതൊക്കെ ഒരാളിൽ ഉണ്ടാക്കുന്ന, ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദം ആലോചിച്ച് നോക്ക്. ഈ സമ്മർദ്ദങ്ങളൊക്കെ ഒരു വ്യക്തി അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവൻ ആ സമ്മർദ്ദത്തിനെ അതിജീവിക്കാൻ കാണുന്ന വലിയൊരു സാധനം, ഒരു സൊല്യൂഷൻ വ്യക്തിബന്ധങ്ങളില്ല. അവനാകെയുള്ളത് സോഷ്യൽ മീഡിയ ബന്ധം മാത്രമേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇത്ര ഫ്രണ്ട്സ്, 10,000-കണക്കിനോ ലക്ഷക്കണക്കിനോ ഫ്രണ്ട്സ്. പക്ഷേ അവനൊരു കഷ്ടപ്പാട് വന്നാൽ അവനൊന്ന് ഹോസ്പിറ്റലിലാക്കാൻ അവന്റെ കൂടെ വരാൻ ഒരാളില്ലാത്ത അവസ്ഥ. ഈ അവസ്ഥയിൽ പിന്നെ അവൻ എന്ത് ബന്ധമുള്ളത്? പിന്നെ അവൻ എന്ത് ലഹരിയാണ് അവന് സപ്പോർട്ട് ചെയ്യുന്നത്? അവന് സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു ലഹരി ഇതാണ്. അപ്പൊ ഇതൊക്കെ നമ്മളെ വ്യക്തി ജീവിതത്തിൽ നിന്ന് മാറ്റാൻ അതിലൊക്കെ ഇടപെടണം, അതിലൊക്കെ മാറ്റം വരണം. ഇപ്പൊ നമ്മൾ കാത്തിരിക്കുന്നില്ലേ ഒരു കല്യാണത്തിന് വേണ്ടി, ഒരു ജോലിക്ക് വേണ്ടി? എന്തിനാണ് നമ്മൾ ഒരാളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അയാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ, അത് മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതിന്റെ അപ്പുറത്തൊന്നും കാണണ്ട. എല്ലാ നല്ല ജോലി ഉണ്ടായിട്ടും അവൻ എല്ലാ ലഹരിക്കും അടിമപ്പെട്ട ഒരാളാണെങ്കിൽ അതിൽ നിന്ന് എന്ത് ആനന്ദമാണ് കിട്ടുക? അപ്പൊ ഇവിടെയൊക്കെ സജീവമായ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണം. അതിന് നിരന്തരമായ തുടർ പ്രവർത്തനങ്ങൾ വേണം. ഒരു ക്ലാസ് കൊണ്ടോ ഒരു തരത്തിലുള്ള ഒരു പ്രോഗ്രാം കൊണ്ടോ ഒന്നും നടക്കില്ല. ഇതിന് തുടർച്ച ഉണ്ടാവും എന്നുള്ളതാണ് സംശയം. നേരത്തെ രവീന്ദ്ര മാഷും ഞങ്ങളൊക്കെ സംസാരിച്ചത്, ഇപ്പോൾ വ്യാപകമായിട്ട് എല്ലായിടത്തും മുക്കിലും മൂലയിൽ. ഇപ്പോൾ അതാ വട്ടമ്പലത്ത് കഴിഞ്ഞ ദിവസം വളരെ ഗംഭീരമായിട്ടുള്ള ലഹരിക്കെതിരെയുള്ള പ്രോഗ്രാം നടന്നു. ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്, നാളെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ കാണും. ഈ കഴിഞ്ഞ 3 മാസം കൊണ്ടുണ്ടായ വിപ്ലവാത്മകമായിട്ടുള്ള പ്രോഗ്രാമുകളുണ്ട്. അവിടെ നിന്ന് പോയാൽ പോയി. ഇത് തുടർ പ്രവർത്തനമായി തുടർന്ന് ഇത് ഏറ്റെടുത്ത് കുട്ടികളിലേക്ക് വരണം. ആ കുട്ടികളിൽ പോലും ഈ ആശയങ്ങളിൽ വന്ന് അവരിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവണം. അതിന് സജീവമായ ഇടപെടലുകൾ വേണം. അതിന് സാധിക്കട്ടെ. ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ, അതായത് നമ്മളെ വിസ്ഡം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, ആ ആശയങ്ങൾ മറ്റുള്ളവരെയും സ്വാധീനിക്കട്ടെ. അതിലെല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഞാനൊരു കൗൺസിലറാണ്. ഇപ്പോൾ വീട്ടിൽ ഒരു കൗൺസിലിംഗ് സെന്റർ നടത്തുകയാണ്. അപ്പോൾ ഈ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു മേഖല കൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ഞാൻ ചെയ്യാൻ സന്നദ്ധനാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ സഹായിക്കാൻ ഞാൻ സന്നദ്ധനാണ്. നിങ്ങളോടൊപ്പം എല്ലാവിധ സപ്പോർട്ടും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഏതായാലും നിങ്ങളെ അഭിനന്ദിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ പൊതുജനങ്ങൾക്കിടയിൽ വളരെ വ്യത്യസ്തമായ ഇതായി മാറി. ഇപ്പോൾ കുറേ കാലമായിട്ട് അങ്ങനെ ലഹരിക്കെതിരെയുള്ള വളരെ വലിയ വ്യക്തമായിട്ടുള്ളൊരു പ്രോഗ്രാമൊന്നും നടന്നിട്ടില്ല. ആകെ കണ്ടത് ഈ വായനശാലേൻ്റെ പ്രോഗ്രാമാണ്. അത് ഏതായാലും അതിനെ മുന്നോട്ട് കൊണ്ടുവരുന്നു. ഈ ഒരു രാസ ലഹരി ഉണ്ടാക്കുന്ന വിപത്തിൽ നിന്ന് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിനെ നശിപ്പിക്കുന്ന, ഇന്ത്യയെ പിന്നോട്ട് കൊണ്ടുപോകുന്ന, APJ കണ്ട സ്വപ്നത്തിൽ നിന്ന് ഇന്ത്യയെ പിന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു പ്രശ്നത്തിൽ നിന്ന്, ആ ഒരു പ്രയാസം അത് മാറിക്കിട്ടാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. പരിപാടിയുടെ തുടക്കം മുതൽ ഏകദേശം ഒടുക്കം വരെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ പ്രോഗ്രാമിനെ ധന്യമാക്കിയ ജോബി മാത്യു സാറിന് കൃതജ്ഞത അറിയിക്കുകയാണ്. ഇനി നമ്മുടെ സമാപന പ്രഭാഷണമാണ്. സഫായി ബദാമിയുടെ പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പോകാവൂ. അതിനിടയിൽ നമസ്കാരം വരികയാണെങ്കിൽ നമസ്കാരത്തിന് ശേഷം 10-15 മിനിറ്റ് കൂടി അത് ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. സഫായി ബദാമിയെ ആദരപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും
ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വബഅദ്. വേദിയിലുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, ഈ അങ്ങാടിയിൽ നിന്ന് വിസ്ഡം സ്റ്റുഡൻസ് എന്ന വിദ്യാർത്ഥി കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ധർമ്മസമര സംഗമത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ, കേരളത്തിലെ മതനവോത്ഥാന ഭൂമികയിൽ വ്യക്തമായ അടയാളപ്പെടുത്തലുകളുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി വിഭാഗം അടുത്ത മാസം 2025 മെയ് 11 പെരിന്തൽമണ്ണയിൽ വെച്ച് സംഘടിപ്പിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ മുന്നോടിയായാണ് കേരളത്തിനകത്തും പുറത്തും മലയാളികളുള്ള സ്ഥലങ്ങളിൽ ലഹരിക്കെതിരെയുള്ള ഇത്തരം കൂട്ടായ്മകൾ ധർമ്മസമര സംഗമം എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെടുന്നത്. 2024 ഓഗസ്റ്റ് 25 തിരൂരിൽ വെച്ച് ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലം എന്ന പ്രമേയത്തിൽ കേരളത്തിലെ, അതോടൊപ്പം കേരളത്തിന് പുറത്തെയും മലയാളി വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൂട്ടി ഒരു സമ്മേളനത്തിന് വേണ്ടി ഈ പ്രസ്ഥാനം ആഹ്വാനം ചെയ്തത്. അന്നു മുതൽ സമ്മേളനത്തോട് അടുത്തു നിൽക്കുന്ന ഈ സമയം വരെ വിദ്യാർത്ഥികൾ ഇടപെടുന്ന സ്ഥലങ്ങളിൽ അവരുടെ ഭാഷയിൽ സംസാരിക്കുകയായിരുന്നു വിസ്ഡം സ്റ്റുഡൻസ്. ക്യാമ്പസുകളിൽ ക്യാമ്പസ് കോൺഫറൻസ് എന്ന പേരിൽ ജില്ലാ തലങ്ങളിൽ ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടു. അതിന്റെ ഭാഗമായി വ്യത്യസ്തങ്ങളായ ക്യാമ്പസുകളിൽ ക്യാമ്പസ് സഫാരി എന്ന പേരിൽ അവരിൽ അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾ അകപ്പെട്ടിട്ടുള്ള ചുഴികളെ ബോധ്യപ്പെടുത്തി അവരുടെ ഭാഷയിൽ അവരോട് സംസാരിക്കുന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. കേരളത്തിലെ സ്കൂളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് എതിരെ എന്ന പേരിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ വ്യത്യസ്തങ്ങളായ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് കൊളാബറേറ്റ് ചെയ്ത് സംഘടിപ്പിക്കുകയുണ്ടായി. അതിൻ്റെയൊക്കെ തുടർച്ചയാണ് സത്യത്തിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം കേരളത്തിന്റെ അങ്ങാടികളിൽ എല്ലാവരോടും, ജനങ്ങളോടും മുഴുവനായും ഈ തിന്മയ്ക്കെതിരെയുള്ള സംഘാടനത്തെപ്പറ്റി, ധാർമ്മിക പക്ഷത്ത് ചേർന്ന് നിൽക്കേണ്ട വിദ്യാർത്ഥിത്വത്തെപ്പറ്റി, അതിന് അനിവാര്യതയെപ്പറ്റി, അതോടൊപ്പം ഇത്തരം ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വിസ്ഡം സ്റ്റുഡൻസ് സംഘടിപ്പിക്കുന്ന പരിപാടികളെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന രൂപത്തിൽ ഇത്തരം പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. ഇവിടെ നേരത്തെ ഈ സെഷൻ, ഈ പരിപാടി തുടങ്ങിയത് മുതൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങളെക്കുറിച്ചും രൂപങ്ങളെക്കുറിച്ചും പ്രതിനിധികളായി വന്നവരൊക്കെ സംസാരിക്കുകയുണ്ടായി. നമ്മളെല്ലാവരും തന്നെ പരിചയപ്പെട്ട, നമുക്കൊക്കെ അറിയുന്ന, വാർത്തകളിലൂടെ നിരന്തരം കേൾക്കുന്ന, ഒരുപക്ഷെ വാർത്ത എന്നത് മാറി സ്വയം ജീവിതത്തിന്റെ അനുഭവം എന്നിടത്തേക്ക് ലഹരി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എത്തി നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. 2024 ഏപ്രിലിൽ വിദ്യാർത്ഥി കാലഘട്ടം അത് ധർമ്മസമരം മുഖരിതമാകണമെന്ന ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു പ്രമേയം കൊണ്ട് ഒരു സമ്മേളനം പ്രഖ്യാപിക്കുന്ന കാലഘട്ടത്തിലുള്ള ആ സമയത്തുള്ള സാമൂഹ്യ പരിസരമല്ല ഇപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ ഉള്ളത് എന്ന് നന്നായി അറിയുന്നവരാണ് നമ്മൾ. വിദ്യാർത്ഥികൾ അങ്ങനെയാണ്, പുതിയ കാലം ഇങ്ങനെയാണ്, പുതിയ കാലത്തെ വിദ്യാർത്ഥികൾ അങ്ങനെയാണ്. അധ്യാപകർക്കും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, പിടുത്തം വിട്ട പോക്കാണ് എന്നൊക്കെ പറഞ്ഞ് കൈ കഴുകി മാറി നിൽക്കുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്. പരിലപിച്ച് കുറ്റം പറയാനും പ്രയാസപ്പെടുത്താനും വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഈ വിദ്യാർത്ഥികളെ കുറ്റപ്പെടുത്തി സംസാരിക്കുക എന്നത് ചിലവില്ലാത്ത കാര്യമാണ്. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടന എന്ന നിലക്ക് നമ്മൾ ആലോചിച്ചതും നമ്മൾ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയതും കുറ്റപ്പെടുത്തലുകൾ നടത്തുക, അല്ലെങ്കിൽ പഴിചാരുക, അല്ലെങ്കിൽ സമൂഹത്തിന്റെ പോക്കിങ്ങനെയാണ് എന്ന് പരിതപിച്ച് മാറി നിൽക്കുക എന്ന രീതികളിൽ നിന്ന് മാറി, അതുമല്ലെങ്കിൽ ചാനൽ ചർച്ചകളിലും അടച്ചിട്ട മുറികളിലുള്ള ചർച്ചകളും അത് പ്രായം ചെന്ന ഇനിയൊരു ലഹരിയിലേക്ക് എത്താൻ സാധ്യതയില്ലാത്ത ആളുകൾ, രക്ഷിതാക്കൾ മാത്രം കൂടിയിരുന്ന് കേൾക്കുകയല്ല. ഇതിന്റെ പ്രശ്നങ്ങളുടെ ഉറവിടം എന്താണ് എന്ന് വിദ്യാർത്ഥികളെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. അവർ അകപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അകപ്പെടാൻ സാധ്യതയുള്ള ചതിക്കുടി എന്താണ് എന്ന് ബോധ്യപ്പെടുത്തണം. അതിന്റെ പരിഹാര മാർഗങ്ങളിലേക്ക് കൃത്യമായി വിരൽ ചൂടണം എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് എന്നാമുഖമായി ഞാൻ സൂചിപ്പിച്ചു. ഇവിടെ പ്രിയപ്പെട്ടവരെ, ഈ വലിയ തിന്മക്കെതിരെ എല്ലാവരെ സംബന്ധിച്ചും അവരുടേതായ ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ട്. മഹല്ലുകൾക്കും സംഘടനകൾക്കും അതുപോലെ തന്നെ ക്ലബ്ബുകൾക്കുമൊക്കെ അവരുടേതായ പ്രവർത്തനങ്ങൾ, അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്. ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കുവാനുണ്ട്. ഭരണകൂടം നിർവഹിക്കേണ്ട അത്തരം ഉത്തരവാദിത്തങ്ങളിലേക്ക് അതിന് ഭാഗമാകുക, നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. നമ്മൾ ഇശാ